അപ്പോ നമുക്ക് കാണാൻ പറ്റാത്ത, തൊട്ടു നോക്കാൻ സാധിക്കാത്ത, പക്ഷെ ലക്ഷക്കണക്കിന് ആളുകളുടെ സമാധാനം ദിവസവും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷമുണ്ട്. ആ വിഷത്തിന്റെ പേരാണ് ഓവർ തിങ്കിങ്. ഇപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഉള്ളവരിൽ പലരും പുറത്തെ ജോലി കൊണ്ടോ ഓട്ടം കൊണ്ടോ അല്ല ക്ഷീണിച്ചിരിക്കുന്നത്. സ്വന്തം ചിന്തകളോട് ദിവസേന പോരാടി തളർന്നവരാണ്. രാത്രി ഉറങ്ങാൻ കിടന്നാലും ബ്രെയിന് സ്റ്റോപ്പ് ആകില്ല. പഴയ കാര്യങ്ങൾ റീപ്ലേ ചെയ്യും. നാളെ എന്താകും എന്ന് ഫിയർ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇനിയും സംഭവിക്കാത്ത കാര്യങ്ങൾ പോലും ഇമാജിനേഷനിൽ ട്രാജഡി ആക്കും. ചിലർക്ക് തോന്നും ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്റലിജന്റ് ആണെന്ന്. പക്ഷെ ആ ബ്രെയിന് ഓരോ കാര്യവും വലിച്ചു നീട്ടി ചിന്തിക്കുന്ന ബ്രെയിന് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സന്തോഷത്തിന്റെ വേരറുക്കും, ഊർജം ചോർത്തും, ആത്മവിശ്വാസത്തെ ശവക്കുയിലാക്കും. ഓവർ തിങ്കിങ് ഒരു ഹാബിറ്റ് മാത്രമല്ല, അതൊരു ഇൻവിസിബിൾ സെൽഫ് ടോർച്ചറാണ്. ഏറ്റവും അപകടകാരിയായ സ്ട്രെസ് ഏതാണെന്നറിയാമോ? പുറത്ത് ആരും കാണാത്തൊരു സ്ട്രെസ് ഉണ്ട്, അതാണ്. ചില ആളുകള് പുറത്തു നിന്ന് പെർഫെക്റ്റ്ലി നോർമൽ പോലെ കാണും, പക്ഷെ അവരുടെ ഉള്ളില് 24 മണിക്കൂറും റണ്ണിങ് കമന്ററി നടക്കുകയാണ്. എന്താകും? ഞാൻ ഫെയിൽ ആണെങ്കിൽ അവരെ എന്ത് വിചാരിക്കും? എനിക്ക് പറ്റില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്. ഇന്ന് ഉത്കണ്ഠയും മാനസിക ക്ഷീണവും കൂടുതലാകാൻ വലിയ കാരണം ജീവിതത്തെക്കാൾ കൂടുതൽ ആളുകൾ സ്വന്തം ചിന്തകളുടെ ഉള്ളിൽ ജീവിക്കുന്നതാണ്. എന്താണ് കാരണം? ജീവിതത്തെക്കാൾ കൂടുതൽ ആളുകൾ സ്വന്തം ചിന്തകളുടെ ഉള്ളിൽ ജീവിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത് ഓവർ തിങ്കിങ് എങ്ങനെ നമ്മുടെ മൈൻഡിനെ ട്രാപ്പ് ചെയ്യുന്നു, എങ്ങനെ കോൺഫിഡൻസ് ഡിസ്ട്രോയ് ചെയ്യുന്നു, എങ്ങനെ റിലേഷൻഷിപ്പ് നശിപ്പിക്കുന്നു, എങ്ങനെ ബ്രെയിൻ ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലും പ്രധാനമായി ഈ കണ്ണിൽ പെടാത്ത ജയിലിൽ നിന്ന്, ഈ അദൃശ്യമായ തടവറയിൽ നിന്ന് പുറത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എങ്ങനെ നടത്താം എന്നതാണ്. കാരണം നിങ്ങളുടെ എല്ലാ ചിന്തകളും സത്യമല്ല. ഞാനിവിടെ നിങ്ങളോടൊരു കാര്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഇപ്പോ ഈ ക്ലാസ് കാണുന്ന നിങ്ങളില് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് ക്ഷീണം എന്നത് ശാരീരികമല്ല എന്ന്? ക്ഷീണം എന്നത് യെസ് മീ കമന്റ് ചെയ്തോളൂ. തോന്നിയിട്ടുണ്ട്, വെരി ഗുഡ്. ഒരുപാട് ഉറങ്ങിയിട്ടും ഒരുപാട് വിശ്രമിച്ചിട്ടും എപ്പോഴും ക്ഷീണം. എന്തുകൊണ്ട്? കാരണം ക്ഷീണം എന്നത് എല്ലായ്പ്പോഴും ശരീരത്തിൽ നിന്ന് വരുന്നതല്ല.
ഈ ക്ലാസ് കാണുന്ന പലരും പുറത്തുള്ള ജോലി കൊണ്ടോ ഓട്ടം കൊണ്ടോ ഓഫീസ് കൊണ്ടോ അല്ല ക്ഷീണിച്ചിരിക്കുന്നത്. സ്വന്തം ചിന്തകളോട് ദിവസവും യുദ്ധം ചെയ്ത് ക്ഷീണിച്ചവരാണ് നിങ്ങൾ. അതാണ് സത്യം. രാവിലെ കണ്ണു തുറക്കുമ്പോഴേക്കും ബ്രെയിന് ഓടിത്തുടങ്ങും. ഇന്ന് എന്ത് പറ്റും, ഇന്നലെ ഞാൻ എന്ത് പറഞ്ഞു, അവരെന്ത് വിചാരിച്ചു, എനിക്ക് ഇത് കഴിയുമോ, കഴിഞ്ഞില്ലെങ്കിലോ? ഇതാണ് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് ഒരു ഹാബിറ്റ് മാത്രമല്ല, അത് ഒരു ഇൻവിസിബിൾ മെന്റൽ പോയിസൺ ആണ്. അദൃശ്യമായ ഒരു വിഷം. നിറയെ വെള്ളമുള്ള ഒരു ഗ്ലാസ്സില് ഒരു തുള്ളി വിഷം വീണാൽ ആ ഗ്ലാസ് മുഴുവൻ കുടിക്കാൻ പറ്റാത്തതാകും. അതുപോലെ നിങ്ങളുടെ സന്തോഷം എന്ന ഗ്ലാസ് മുഴുവൻ, നിങ്ങളുടെ സമാധാനം എന്ന ഗ്ലാസ് മുഴുവൻ ഓവർ തിങ്കിങ് എന്ന ഒരു തുള്ളി വിഷം മതി നശിപ്പിക്കാൻ. നിങ്ങൾ ഓരോരുത്തരും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓവർ തിങ്കിങ് എന്നത് ഒരു തിയറി അല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റിയാണ്. അത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്കതിനെ അഭിമുഖീകരിക്കാൻ പഠിക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബ്രെയിൻ സ്റ്റോപ്പ് ആകാത്തവർ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കിടക്കുന്നവർ ആരൊക്കെ ഉണ്ട്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബ്രെയിൻ സ്റ്റോപ്പ് ആകാത്തവരാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കിടക്കുന്നവർ ആരൊക്കെ ഉണ്ട്? കമന്റ് ചെയ്തേ. ആരൊക്കെ ഉണ്ട്? ഓക്കെ, കഴിഞ്ഞ വെരി ഗുഡ്, ഒരുപാട് പേരുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ഞാനുണ്ട്. മീ, ഐ ആം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ചിലര് ഞാനില്ല എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം നടന്ന സംഭാഷണങ്ങൾ വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുന്നവര്, ഉറക്കം കുറവാണ് അല്ലെ? ഓക്കെ ഓക്കെ, അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന സംഭാഷണങ്ങളില്ലേ, അത് വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുന്നവർ ആരൊക്കെ ഉണ്ട്? അതും കൂടി കാണട്ടെ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാ, അതിങ്ങനെ ഓർത്തെടുക്കുക. യെസ് യെസ് യെസ്. ഓക്കെ, ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സിങ്ങനെ ഓടും ഏറ്റവും മോശം അവസ്ഥയിലേക്ക്. ഇത് സംഭവിച്ചാൽ, അല്ലെങ്കിൽ എങ്കിൽ പിന്നെ, അത് സംഭവിച്ചാൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരൊക്കെയുണ്ട്? ശരി, ഇത്രയും പേരുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ തനിച്ചല്ല. നിങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ല, നിങ്ങൾ വീക്കല്ല, നിങ്ങൾ ഫെയിലിയർ അല്ല. നിങ്ങളുടെ ബ്രെയിന് ഒരു പ്രത്യേക വഴി പഠിച്ചു പോയി എന്നേ ഉള്ളൂ. ബ്രെയിൻ എന്ന മെഷീൻ പഠിച്ചു പോയി, അത്രമാത്രം. നമുക്ക് ആ പ്രോഗ്രാം മാറ്റാം. ഓവർ തിങ്കിങ് എന്താണ്? ആദ്യം നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം. തിങ്കിങ്, ഓവർ തിങ്കിങ്, ഇത് രണ്ടും ഒന്നല്ല. ഓർക്കുക, ചിന്തിക്കുക എന്നതും അതേ ചിന്തയിൽ കുടുങ്ങിക്കിടക്കുക എന്നതും രണ്ട് ലോകമാണ്. ചിന്തിക്കുക എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവാണ്. ചിന്തിക്കണം. പക്ഷേ അതേ ചിന്ത തന്നെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഉറക്കം കളഞ്ഞ് സമാധാനം കളഞ്ഞ് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഓവർ തിങ്കിങ് ആകുക.
ചിന്തിക്കുന്നത് തെറ്റല്ല. ചിന്തിക്കുന്നത് മനുഷ്യരുടെ ഏറ്റവും വലിയ കഴിവാണ്. ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുക, ഒരു ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക, ഒരു കരിയർ തീരുമാനം എടുക്കുക, ഇതെല്ലാം തിങ്കിങ്. ഇത് ഹെൽത്തിയാണ്, ഇത് നെസസറിയാണ്. പക്ഷേ ഓവർ തിങ്കിങ് വേറെയാണ്. ഓവർ തിങ്കിങ് എന്നത് അനാലിസിസ് അല്ല. ഓവർ തിങ്കിങ് എന്നത് മെന്റൽ ലൂപ്പിംഗ് ആണ്. ഒരേ ചിന്ത, അതേ വാക്കുകൾ, അതേ ഭയം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതേ ചിന്ത, അതേ ഫിയർ, വീണ്ടും 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 ഇങ്ങനെ. ഇത് ഡിജിറ്റൽ പ്ലെയറിൽ ഒരേ പാട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലെയാണ്. ആദ്യം കേൾക്കുമ്പോൾ നല്ലതാ, രണ്ടാം തവണ, പിന്നെ മൂന്നാം തവണ, 10ാം തവണ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കൂലേ? ഓവർ തിങ്കിങ് അങ്ങനെയാ. ഇപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സത്യം നിങ്ങളോട് പറയാ, ബ്രെയിന് നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല ഡിസൈൻ ചെയ്തത്. ബ്രെയിനിന്റെ ഒരേ ഒരു ലക്ഷ്യം നിങ്ങൾ ജീവിച്ചിരിക്കുക എന്നതാണ്. സർവൈവൽ അത്രമാത്രം. അതുകൊണ്ട് ബ്രെയിനിന് എപ്പോഴും ഡേഞ്ചർ തിരയണം, എപ്പോഴും റിസ്ക് കണ്ടെത്തണം. ഇത് പറ്റിയാൽ, ഇത് സംഭവിച്ചാൽ. നമ്മുടെ പൂർവികര് കാട്ടിൽ ജീവിച്ച കാലത്ത് ഈ ചെറിയ മെക്കാനിസം വളരെ വിലപ്പെട്ടതായിരുന്നു. ഒരു ചെറിയ സംശയം, കാട്ടിൽ ഒരു ഇലയുടെ ശബ്ദം, ബ്രെയിൻ ഉടൻ പറയും സിംഹം വരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഓടും, രക്ഷപ്പെടും. പക്ഷേ അതേ ബ്രെയിനാണ് ഇന്നും നിങ്ങളുടെ ബോസിന് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെസ്സേജിന് മറുപടി വേഗം വന്നില്ല, അവർക്ക് ദേഷ്യമാണ് എന്ന് പറയുന്നത്, റീലിന് ലൈക്ക് കുറഞ്ഞു, ഞാൻ വേർഡ്ലെസ് ആണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബ്രെയിനോട് ദേഷ്യം തോന്നുന്നുണ്ടോ? വേണ്ട, ബ്രെയിൻ അതിന്റെ ജോലി ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ ജോലി ബ്രെയിനെ മനസ്സിലാക്കുക എന്നതും ഇപ്പോൾ ഓവർ തിങ്കിങ് തുടങ്ങുന്നു എന്ന് തിരിച്ചറിയുക എന്നതുമാണ്. ഓവർ തിങ്കിങ് എന്നത് ഭയത്തിന്റെ വലുതാക്കൽ മാത്രമാണ്. ഒരു ചെറിയ സംശയം ബ്രെയിൻ അത് വലുതാക്കും. ഒരു ചെറിയ തെറ്റ് ബ്രെയിൻ അത് ദുരന്തമാക്കും. ഇത് അതിജീവനത്തിന്റെ സംവിധാനമാണ്. സർവൈവൽ മെക്കാനിസം, അതിജീവനത്തിന്റെ സംവിധാനം. പക്ഷേ നമ്മള് ഇപ്പോൾ കാട്ടിലല്ലല്ലോ, നമ്മളിപ്പോ നഗരത്തിലാണ്, അല്ലെങ്കിൽ ഓഫീസിലാണ്, അല്ലെങ്കിൽ വീട്ടിലാണ്. ബ്രെയിനോട് പറയണം, ഞാൻ സുരക്ഷിതനാണ്, അല്ലെങ്കിൽ സുരക്ഷിതയാണ്, ഇവിടെ സിംഹമില്ല, ഞാൻ ജീവിക്കും. അതാണ് ഈ ക്ലാസിന്റെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് ആളുകൾ അമിതമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്? ആരും ഓവർ തിങ്കറായിട്ട് ജനിക്കുന്നില്ല. ഓവർ തിങ്കിങ് എന്നത് പഠിച്ചതാണ്, കാലക്രമേണ ഉണ്ടായതാണ്. ഇനി പറയാൻ പോകുന്ന കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒന്നുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്ന്, പരാജയ ഭയം, ഫിയർ ഓഫ് ഫെയിലിയർ. ഞാൻ ട്രൈ ചെയ്താൽ ഫെയിൽ ആയാലോ? ഈ ഒരൊറ്റ ചോദ്യം എത്ര സ്വപ്നങ്ങളെ കൊന്നിട്ടുണ്ട്. ഫെയിൽ ആയാലോ എന്ന ഈ ഒരു ചോദ്യം നമ്മൾ എത്ര സ്വപ്നങ്ങളെ കൊന്നിട്ടുണ്ട്, എത്ര ആഗ്രഹങ്ങളെ അടക്കം ചെയ്തിട്ടുണ്ട്. ബ്രെയിന് ഫെയിൽ എന്നത് ഏറ്റവും വലിയ ദുരന്തമാണ്. ദുരന്തം, അപകടം, മരണം. ബ്രെയിന് ഫെയിലിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. ഫെയിൽ ആകരുത്, ഈ ഒരു ഭയം അത് മതി ബ്രെയിന് ട്രൈ ചെയ്യുന്നത് നിർത്താന്.
ബ്രെയിൻ പറയും വേണ്ട, ചെയ്യണ്ട, പിന്മാറിക്കോ, സുരക്ഷിതായിരിക്കുക. ഇങ്ങനെയാണ് ബ്രെയിൻ പറയാ. നിങ്ങൾ കേൾക്കും, നിങ്ങളതനുസരിക്കും, നിങ്ങൾ ട്രൈ ചെയ്യൂല. പക്ഷേ രാത്രി ഏകാന്തത, നിശബ്ദത, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ മറ്റൊരു ചോദ്യം വരും. ശാന്തമായി, എന്നാൽ മൂർച്ചയായി ട്രൈ ചെയ്യാത്തത് വേറൊരു ഫെയിലർ അല്ലേ? ട്രൈ ചെയ്യാത്തത്, ട്രൈ ചെയ്ത് ഫെയിൽ ആകുന്നത് ഒരു നിമിഷത്തെ പരാജയം. ട്രൈ ചെയ്യാതെ പോകുന്നത് ജീവിതം മുഴുവനും നീണ്ടു നിൽക്കുന്ന പരാജയം. ട്രൈ ചെയ്ത് ഫെയിൽ ആയാൽ ഞാൻ ട്രൈ ചെയ്തു എന്ന ധൈര്യമെങ്കിലും ബാക്കിയുണ്ട്. ട്രൈ ചെയ്യാത്തപ്പോ ഞാൻ എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല എന്ന ചോദ്യം എന്നും എപ്പോഴും ഉറക്കം കെടുത്തു. ഫെയിൽ എന്ന ഭയം നിങ്ങളെ ട്രൈ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. പക്ഷേ ട്രൈ ചെയ്യാത്തത് ഏറ്റവും വലിയ ഫെയിൽ അല്ലേ? ചോദ്യം ചോദിക്കാതെ പോകുന്നത്, ആൻസർ നഷ്ടപ്പെടുത്തുന്നത്, അത് ഫെയിൽ അല്ലേ? ട്രൈ ചെയ്യാത്തത് എന്നത്തേക്കുമുള്ള ഫെയിലറാണ്. ട്രൈ ചെയ്ത് ഫെയിലാകുന്നത് ഒരു പാഠമാണ്, ഒരു പടവാണ്, അതൊരു തുടക്കമാണ്. ബ്രെയിനോട് ചോദിക്കുക, ട്രൈ ചെയ്യാത്തത് ഫെയിലർ അല്ലേ? രണ്ടാമത്തത് നിരസിക്കപ്പെടുമോ എന്ന ഭയം, ഫിയർ ഓഫ് റിജക്ഷൻ. അവർ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുമോ, എന്നെ കൂട്ടുകാരനായിട്ട് സ്വീകരിക്കുമോ? ഈ ചോദ്യങ്ങൾ, ഈ 3 ചോദ്യങ്ങൾ ഒരേ ഭയത്തിന്റെ 3 മുഖങ്ങളാണ്. റിജക്ഷൻ, തിരസ്കാരം, നിരസിക്കപ്പെടുക. റിജക്ഷൻ ഭയക്കുമ്പോ ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിൻ പറയും, അവൻ നിന്നെ വേണ്ടെന്ന് വെച്ചേക്കാം, അവൻ നിന്നെ അകറ്റേക്കാം, നീ വേദനിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മളെ തന്നെ വിഡ്രോ ചെയ്യും. എന്താണ് വിഡ്രോ ചെയ്യുക എന്നത്? സ്വയം പിൻവലിക്കുക, അകന്നു നിൽക്കുക, ഒളിച്ചിരിക്കുക. അവരെന്നെ റിജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തന്നെ അകന്നു നിൽക്കാം. അവരെന്നെ വേദനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ വിട്ടുപോകാം. ബ്രെയിനിന് ഇത് സുരക്ഷിതമായിട്ട് തോന്നും. ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് ബ്രെയിന് കരുതും. പക്ഷേ പിന്നെ എന്ത് സംഭവിക്കും? ഒറ്റപ്പെടൽ. ആളുകൾക്കിടയിൽ ഇരുന്നിട്ടും ഒറ്റപ്പെടലാവും. സംസാരിക്കുന്നവർക്കിടയിൽ നിന്നിട്ട് നിശബ്ദതയാവും. ആരും എന്നെ ശരിക്കും കാണുന്നില്ല എന്ന തോന്നല്. ഈ ഒറ്റപ്പെടല് എന്ത് ചെയ്യും? ഓവർ തിങ്കിങ് ഇന്റൻസിഫൈ ചെയ്യും, കൂടുതൽ രൂക്ഷമാക്കും, കൂടുതൽ ശക്തമാക്കും, കൂടുതൽ വിഷമയുക്തമാക്കും. അവരെന്നെ റിജക്റ്റ് ചെയ്തില്ല, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്നിൽ എന്താ കുഴപ്പം? ഞാൻ മോശമാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ. റിജക്ഷൻ, ഫിയർ, വിഡ്രോവൽ, ലോൺലിനെസ്, ഓവർ തിങ്കിങ്. ഇതൊരു സൈക്കിളാണ്, ഒരു ചക്രം. ഈ ചക്രത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. റിജക്ഷൻ സംഭവിച്ചിട്ടില്ല, അവർ ഒന്നും ചെയ്തിട്ടില്ല. ബ്രെയിന്റെ ഫിയർ മാത്രം. ആ ഭയം നിങ്ങളെ വിഡ്രോ ചെയ്യിപ്പിച്ചു. വിഡ്രോ, അത് ഒറ്റപ്പെടൽ, അത് ഓവർ തിങ്കിങ്ങിന് ഇന്ധനമായി. ഈ സൈക്കിൾ തകർക്കേണ്ടതുണ്ട്. അതിന് ആദ്യം ഈ പാറ്റേൺ കാണും.
മൂന്നാമത്തത് ബാല്യകാല വിമർശനം, ചൈൽഡ്ഹുഡ് ക്രിറ്റിസിസം. നിങ്ങൾ ചെറുപ്പത്തില് റിപ്പീറ്റ് കേട്ട ചില വാക്കുകൾ, വീണ്ടും വീണ്ടും കേട്ട ചില വാക്കുകൾ ഇന്നും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നിനക്ക് പറ്റില്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല, മറ്റുള്ളവരെ നോക്ക്, നീ എപ്പോഴും ഫെയിലാവും. ഈ വാക്കുകൾ ഇന്നലെ ആരോ പറഞ്ഞതല്ല, 10 വയസ്സിലോ 12 വയസ്സിലോ 15 വയസ്സിലോ കേട്ട വാക്കുകളാ, നമ്മളെ ചെറുപ്പത്തിൽ കേട്ട വാക്കുകളാ. അത് ബ്രെയിനില് സ്റ്റോറായി, അതിപ്പോഴും റണ്ണാകാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിശബ്ദമായി. പക്ഷെ അതിന്റെ എഫക്റ്റ് ഭീമമാണ്, ഭയങ്കരാണ്. ഞാന് 4ാമത്തെ കാര്യം പറയാം. കുറഞ്ഞ ആത്മാഭിമാനം, ലോ സെൽഫ് വർത്ത്. ഞാൻ ആരും അറിയാത്ത ഒരാളാണ്, എനിക്ക് വിലയില്ല, ഞാൻ സ്പെഷ്യൽ അല്ല. ഇങ്ങനെ തോന്നുന്നവര്, ഈ ചിന്തകൾ, ഈ വിശ്വാസങ്ങൾ എവിടെ നിന്ന് വരുന്നു, എപ്പോൾ തുടങ്ങി, ആർക്കറിയാം? പക്ഷെ അവ ഉണ്ട്, ജീവിക്കുന്നു നിങ്ങളുടെ ഉള്ളില്. ഈ തോന്നൽ വരുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിന് പ്രൂഫ് തിരയും. ബ്രെയിൻ ഇതൊരു മിഷനാ, ഞാൻ ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ദൗത്യമാ. നീ വർത്ത്ലെസ് ആണ് എന്ന വിശ്വാസത്തിന് ബ്രെയിൻ തെളിവ് ശേഖരിക്കും. നോക്ക്, നീ വർത്ത്ലെസ് ആണ്. എങ്ങനെ? എവിടെ നിന്ന്? ഒരു ചെറിയ തെറ്റ് ബ്രെയിൻ പറയും, നോക്ക്, നിനക്ക് ഒന്നും ശരിയായി ചെയ്യാൻ പറ്റില്ല. വർത്ത്ലെസ്, ഒരു നിരസിക്കല്. ബ്രെയിൻ പറയും, നോക്ക്, ആർക്കും നിന്നെ വേണ്ട. വർത്ത്ലെസ്. ഒരു അവഗണന. ബ്രെയിൻ പറയും, നോക്ക്, നീ ആരും അറിയാത്ത ഒരാൾ മാത്രം. വർത്ത്ലെസ്. ബ്രെയിനിന് എത്ര തെളിവ് കിട്ടിയാലും മതിയാകില്ല. ഒരു തെളിവ് കിട്ടും, ബ്രെയിൻ അത് സൂക്ഷിക്കും. അടുത്ത തെളിവ് ബ്രെയിന് അതും കൂട്ടിച്ചേർക്കും. നോക്ക്, ഇതാ ഇതും ഇതും ഇതെല്ലാം നീ വർത്ത്ലെസ് ആണെന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെ അങ്ങനെ ഓവർ തിങ്കിങ് എന്നത് ബ്രെയിന്റെ പ്രൂഫ് സീക്കിങ്ങിന്റെ പേര് മാത്രം. ഞാൻ വർത്ത്ലെസ് ആണോ? അതിന് തെളിവുണ്ടോ? ഇത് തെളിവാണോ? അല്ലെങ്കിൽ അത് തെളിവാണോ? ഓരോ ദിവസവും, ഓരോ നിമിഷവും ഈ ഇന്ററോഗേഷൻ, ഈ ചോദ്യം ചെയ്യലുണ്ടാവും. പക്ഷേ ഈ പ്രൂഫുകള് യഥാർത്ഥത്തിൽ പ്രൂഫാണോ? ഒരു തെറ്റ് നിങ്ങൾ വർത്ത്ലെസ് ആണെന്ന് തെളിയിക്കുന്നുണ്ടോ? ഒരു നിരസിക്കല് നിങ്ങൾക്ക് വിലയില്ല എന്ന് തെളിയിക്കുന്നുണ്ടോ? ഒരു അവഗണന നിങ്ങൾ സ്പെഷ്യൽ അല്ല എന്ന് തെളിയിക്കുന്നുണ്ടോ? ഇല്ല. ബ്രെയിന് പ്രൂഫ് തിരയുന്നുണ്ട്, ബ്രെയിന് പ്രൂഫ് കണ്ടെത്തുന്നുണ്ട്, ബ്രെയിന് പ്രൂഫ് സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രൂഫുകള് എന്തല്ല? റിയൽ അല്ല. ഞാൻ വർത്ത്ലെസ് ആണ് എന്ന വിശ്വാസം നിങ്ങൾക്ക് ബ്രെയിൻ തന്നതാണ്. അതേ ബ്രെയിൻ പ്രൂഫ് തരും, അതേ ബ്രെയിൻ ഓവർ തിങ്കിങ് ചെയ്യും. സൈക്കിളിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഈ പ്രൂഫ് റിയൽ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വിശ്വാസം ബ്രെയിന്റെ കെട്ടുകഥ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിലയുണ്ട്, നിങ്ങൾ സ്പെഷ്യൽ ആണ്. ബ്രെയിന് അത് കാണാൻ
കഴിയുന്നില്ല എന്ന് മാത്രം. ഓവർ തിങ്കിങ്ങിനെ നിർത്തുക. പ്രൂഫ് സീക്കിംഗ് നിർത്തുക. ആദ്യം ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാം. അഞ്ചാമത്തത് സാമൂഹിക താരതമ്യാണ്, സോഷ്യൽ കമ്പാരിസൺ. അവൾക്ക് ബ്യൂട്ടി, എനിക്കില്ല. അത് അവന് മണിയുണ്ട്, പക്ഷെ എനിക്കില്ല. അവരുടെ റിലേഷൻഷിപ്പ് പെർഫെക്റ്റാ, എന്റേത് വിഷമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ ആരും അവരുടെ കരച്ചില് കാണിക്കുന്നില്ല, ആരും അവരുടെ വഴക്ക് കാണിക്കുന്നില്ല. നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഫേക്ക് പെർഫെക്ഷനും റിയൽ ലൈഫും തമ്മിലാണ്. അപ്പോൾ ഓവർ തിങ്കിങ് ഒഴിവാക്കാനാവാത്ത ഒന്നായിട്ട് മാറുക. ആറാമത്തത് അനിശ്ചിതത്വമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഈ ഒരൊറ്റ വാചകം, ഇത്രയും ലളിതമായ ഒരു സത്യം, നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഈ വാചകം കേൾക്കുമ്പോൾ ബ്രെയിൻ എന്ത് സംഭവിക്കും? ബ്രെയിൻ ഇഷ്ടപ്പെടും. എന്ത്? ബ്രെയിൻ ഇഷ്ടാണ്, ഉറപ്പ്. അത് ബ്രെയിന് ആ ഉറപ്പ് ഇഷ്ടാണ്, നിശ്ചയമുണ്ട്, അറിയാം, പ്രവചിക്കാം, നിയന്ത്രിക്കാം. എന്നാൽ ബ്രെയിന് സുരക്ഷിത. ഉറപ്പില്ലായ്മ കണ്ടാലോ ബ്രെയിന് പേടിക്കും, അറിയില്ല എന്ന വാക്ക് കേൾക്കുമ്പോ ബ്രെയിൻ ഒരു അലാറം വരും. ഡേഞ്ചർ, ഡേഞ്ചർ. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിന് എല്ലാ സാധ്യതയും കാൽക്കുലേറ്റ് ചെയ്യും, എല്ലാ സാധ്യതയും. ഏറ്റവും നല്ലത്, ഏറ്റവും മോശം, ഇടയ്ക്കുള്ളത്. ഏറ്റവും നല്ലത്, ഏറ്റവും മോശം, ഇടയ്ക്കുള്ളത്. ഇത് സംഭവിച്ചാലോ, അല്ലെങ്കിൽ അത് സംഭവിച്ചാലോ, ഇങ്ങനായാലോ, അല്ലെങ്കിൽ അങ്ങനെ ആയാലോ? ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ പോലെയാണ്, ഓടും, കാൽക്കുലേറ്റ് ചെയ്യും, അനലൈസ് ചെയ്യും, പ്രവചിക്കും. അതിൽ 99% സാധ്യതയും നെവർ ഹാപ്പൻ ചെയ്യുന്നവയാണ്, നെവർ ഹാപ്പൻ ചെയ്യുന്നവയാണ്. 99% ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന 100 കാര്യങ്ങളിൽ 99 സംഭവിക്കാത്തവ, സംഭവിക്ക പോലും ഇല്ലാത്തവ, വെറും ബ്രെയിനിന്റെ ഊഹങ്ങളാ, പ്രഡിക്ഷനാ, സാധ്യതകളുടെ സാധ്യതകൾ. പക്ഷെ ബ്രെയിൻ എന്നും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 99% സംഭവിക്കില്ല എന്ന് ബ്രെയിൻ അറിയോ? അറിയില്ല. ബ്രെയിന് നിർത്താൻ അറിയില്ല. ഇനിയും കാൽക്കുലേറ്റ് ചെയ്യണം, ഇനിയും അനലൈസ് ചെയ്യണം. ഒരു പക്ഷേ ഈ തവണ ശരിയായ പ്രഡിക്ഷൻ വരും. ഓവർ തിങ്കിങ് അത്രമാത്രം. ഉറപ്പില്ലായ്മയെ പേടിച്ച് ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്തതില് 99% സംഭവിക്കുന്നില്ല. പക്ഷേ ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എനർജി പോകുന്നു, സമയം പോകുന്നു, സമാധാനം പോകുന്നു. ഓവർ തിങ്കിങ്ങിന് പുറത്ത് സംഭവിച്ചത് ഒന്നും തന്നെ. ബ്രെയിനോട് പറയണം, നിനക്ക് ഏത് കാര്യത്തിനും ഉറപ്പ് വേണം. പക്ഷേ ഉറപ്പെന്നത് ജീവിതത്തിൽ ഒരു ഉറപ്പില്ല. ഏത് നിമിഷവും എന്തു സംഭവിക്കാം. അതുകൊണ്ട് ഉറപ്പില്ലായ്മയെ പേടിക്കണ്ട. കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിർത്ത്. 99% സംഭവിക്കില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ സുരക്ഷിതനാണ്, അല്ലെങ്കിൽ സുരക്ഷിതയാണ്. നാളെ എന്ത് വന്നാലും ഞാൻ കൈകാര്യം ചെയ്യും. ഇപ്പോൾ കാൽക്കുലേറ്റ് നിർത്ത്. ഏഴാമത്തത് ആഘാതം അല്ലെങ്കിൽ വൈകാരിക വേദന, ട്രോമ ഓർ ഇമോഷണൽ പെയിൻ. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും വേദന അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും വേദന അനുഭവിച്ചിട്ടുണ്ടോ?
ഉണ്ടോ? എന്താ അനുഭവിച്ച? അവഗണന. നീ എനിക്ക് പ്രധാനമല്ല എന്ന വാക്കില്ലാതെ പറഞ്ഞ ആ നിമിഷം, ആരും നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്ന ആ ദിവസങ്ങൾ, ആരും നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്ന ആ ദിവസം, ഉപദ്രവം ഉണ്ടായിരുന്നോ? ഏതെങ്കിലും രൂപത്തില് ശാരീരികമായോ മാനസികമായോ വാക്കുകളാലോ പ്രവൃത്തികളാലോ? ബ്രെയിന് ആ വേദന മറന്നു വെക്കാൻ അറിയില്ല. ബ്രെയിനിന് എന്തറിയാം? വേദന സ്റ്റോർ ചെയ്ത് വെക്കാൻ അറിയാം. ഒരു ഹാർഡ് ഡിസ്ക് പോലെ ഫയലുകൾ സൂക്ഷിക്കും, പൂട്ടിയിടും, താക്കോൽ എവിടെയോ വെക്കും, ഇത് വീണ്ടും വരാതിരിക്കാൻ എന്ന്. ബ്രെയിൻ ഇത് സംരക്ഷണമാ. ഞാൻ ഉടമയെ രക്ഷിക്കും എന്ന് ബ്രെയിന് കരുതുന്നു. ആ വേദന വീണ്ടും വന്നാൽ ഞാൻ റെഡി ആയിരിക്കണം. അങ്ങനെ ബ്രെയിൻ എപ്പോഴും അലേർട്ട് ആയിരിക്കും. ഹൈപ്പർ വിജിലൻസ്, നിരന്തര ജാഗ്രത. ഉറക്കത്തിലും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും ബ്രെയിന്റെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കും. എപ്പോഴും സ്കാൻ ചെയ്യും. ഡേഞ്ചർ വരുന്നുണ്ടോ, ഡേഞ്ചർ അടുത്തുണ്ടോ, ഡേഞ്ചർ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ. ബ്രെയിൻ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. മുന്നിലേക്ക്, പിന്നിലേക്ക്, വശങ്ങളിലേക്ക്, ഉള്ളിലേക്ക്. ഡേഞ്ചർ വരാത്തിടത്തും ബ്രെയിന് ഡേഞ്ചർ കാണും. ഒരു ശബ്ദം, ബ്രെയിൻ പറയും ഡേഞ്ചർ. ഒരു മൗനം, ബ്രെയിൻ പറയും ഡേഞ്ചറാ. ഒരു നോട്ടം, ബ്രെയിൻ പറയും ഡേഞ്ചറാ. ഒരു ചെറിയൊരു മാറ്റം, ബ്രെയിൻ പറയും ഡേഞ്ചർ. ഓവർ തിങ്കിങ് അത്ര മാത്രമേ ഉള്ളൂ. പഴയ വേദന ബ്രെയിന് സ്റ്റോർ ചെയ്ത് വെച്ചു. സ്റ്റോർ ചെയ്ത് വെച്ചത് കൊണ്ട് ബ്രെയിൻ എപ്പോഴും അലേർട്ട് ആയതുകൊണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് ഡേഞ്ചർ ആയിട്ട് കാണും. ഡേഞ്ചർ എല്ലായിടത്തും, ഇല്ലാത്തിടത്തും ഡേഞ്ചർ. ഡേഞ്ചർ കണ്ടത് കൊണ്ട് ഓവർ തിങ്കിങ്. ഈ 7 കാരണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാം. എനിക്ക് ഇതുണ്ട്, ഇതെന്റെ ബ്രെയിനിന്റെ കാരണമാണ്, ഇതുകൊണ്ടാണ് ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നത്. കാരണം അറിയുന്നത് പകുതി പരിഹാരമാണ്. ഇത് തിരിച്ചറിയാന്നുള്ളത് പകുതി പരിഹാരമാണ്. നിങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ബ്രെയിന് ഒരു പഴയ വേദനയെ രക്ഷിക്കാൻ ഓവർ തിങ്കിങ് എന്ന ആയുധം എടുത്തു, അത്രമാത്രം. ഓവർ തിങ്കിങ് തലയിൽ അല്ലെങ്കിൽ മനസ്സിൽ മാത്രമുള്ള പ്രശ്നമല്ല, അത് ശരീരത്തിൽ കയറി താമസിക്കുക. അത് അവിടെ ഇരുന്ന് ലക്ഷണങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഏതൊക്കെ ലക്ഷണങ്ങളാ? തളർച്ച, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ക്ഷീണം. കാരണം ബ്രെയിന് രാത്രി മുഴുവൻ വർക്ക് ചെയ്തു. നിങ്ങൾ ഉറങ്ങുമ്പോഴും ബ്രെയിൻ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തു. തലവേദന, ഇടതുവശത്തോ വലതുവശത്തോ മൂർച്ചയുള്ള വേദന, അല്ലെങ്കിൽ മുഴുവൻ തലയിലും ബാക്കിലും ഒരു വെയിറ്റ്, സ്ട്രെസ്, ഹെഡേക്ക്. നെഞ്ചില് ഇറുക്കം, ആയത്തില് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, നെഞ്ചു വേദന പോലെ. ആൻസൈറ്റിയുടെ ക്ലാസിക്കൽ സിംറ്റം. അല്ലെങ്കിൽ അസിഡിറ്റി, നെഞ്ചരിച്ചില്, വയറുവേദന. നമ്മുടെ വയറും തലച്ചോറും തമ്മിൽ ബന്ധമുണ്ട്. അവർ പരസ്പരം സംസാരിക്കുന്നു. ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ ബ്രെയിൻ വയറിനോട് പറയും സമ്മർദ്ദമുണ്ട്, ആസിഡ് കൂട്ടുക. അങ്ങനെ നെഞ്ചരിച്ചില്, അസിഡിറ്റി മുതലായവ ഉണ്ടാകുന്നു. പിന്നെ ഉറക്ക പ്രശ്നങ്ങള്. ഉറക്കം വരില്ല, അതോ ഉറക്കം വന്നു പോകും, അങ്ങനെ വന്നു പോയും, പക്ഷെ തളർച്ചയോടെ എഴുന്നേൽക്കും. സ്ലീപ്പ് ക്വാളിറ്റി ഡിസ്ട്രോയ് ആകും.
പിന്നെ ഹൃദയമിടിപ്പ് കൂടും, ഹേർട്ട് റേസിംഗ്. നിങ്ങൾ ഓടുന്നില്ല, പക്ഷേ ഹേർട്ട് റേസ് ചെയ്യുന്നു. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ആക്ടിവേറ്റഡ്. ആൻസൈറ്റി, എന്തുകൊണ്ടെന്നറിയാത്ത പേടി. എന്തുകൊണ്ടെന്നാന്നറിയില്ല, പക്ഷെ പേടിയാ. എവിടെയും സംതിങ് ബാഡ് സംഭവിക്കുമെന്ന തോന്നല്. ശരീരം ചിലപ്പോൾ രോഗിയാകുന്നത് മനസ്സ് ക്ഷീണിച്ചത് കൊണ്ടാണ്. ശരീരം രോഗിയാകുന്നത് മനസ്സ് ക്ഷീണിച്ചത് കൊണ്ടാണ്. ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ ബോഡി സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. കോർട്ടിസോൾ, അഡ്രിനാലിൻ. ഇത് ഷോർട്ട് ടേമിൽ നമ്മെ രക്ഷിക്കും. ലോങ് ടേമിൽ ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നശിപ്പിക്കും. ഇത് നമ്മുടെ ഹേർട്ടിനെ ബാധിക്കും. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ തകർക്കും. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് ജസ്റ്റ് തോട്ട് അല്ല, അത് ബോഡിയിൽ പോയിസൺ പോലെ സ്പ്രെഡ് ആകാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇൻവിസിബിൾ മെന്റൽ പോയിസൺ. അത് ബോഡിയിലും പോയിസൺ ആകുന്നു. ബോഡിക്ക് വിശ്രമം വേണം, മൈൻഡിന് വിശ്രമം വേണം. ഓവർ തിങ്കിങ് ആ വിശ്രമം മുഴുവൻ കളയാണ്. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരാം. കാരണം അവിടെയാണ് ഓവർ തിങ്കിങ്ങിന് ഇന്ധനമേകുന്ന ഏറ്റവും വലിയ തന്ത്രം. താരതമ്യത്തിന്, കമ്പാരിസൺ ട്രാപ്പ്. നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണ് മോർണിംഗ് 7 മണിക്ക്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പെർഫെക്റ്റ് ഫോട്ടോ, പെർഫെക്റ്റ് സ്കിന്ന്, പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്. നിങ്ങൾ നോക്കുന്നു, നിങ്ങൾ കമ്പയർ ചെയ്യുന്നു. എന്തുകൊണ്ട് എന്റെ ലൈഫ് അങ്ങനെയല്ല? കാരണം അത് റിയൽ അല്ല, അത് ഫിൽറ്റർ ചെയ്ത കണ്ടന്റ് ആണ്. 50 ഫോട്ടോസ് എടുത്തതിൽ 1 മാത്രമാണ്. 100 ബാഡ് മൊമെന്റ്സിൽ 1 ഗുഡ് മൊമെന്റ്സ് മാത്രമാണ്. പക്ഷെ ബ്രെയിൻ അത് അറിയില്ലല്ലോ. ബ്രെയിൻ അത് റിയൽ ആയിട്ട് കാണുകയാണ്. വ്യാജ പൂർണ്ണത, ഫേക്ക് പെർഫെക്ഷൻ. ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ ജീവിതത്തിന് മാത്രം പ്രോബ്ലം, മറ്റുള്ളവർക്കൊക്കെ എന്താ പെർഫെക്റ്റാ. ഇതൊരു മിഥ്യയാണ്. ഈ മിഥ്യയിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇന്ന് ആളുകളെ ജീവിതം ജീവിക്കുന്നതിലും കൂടുതലായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇന്ന് ആളുകൾ കൂടുതൽ ജീവിക്കുന്നതിലും കമ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സാധൂകരണ ആസക്തി, വാലിഡേഷൻ അഡിക്ഷൻ, ലൈക്ക്, കമന്റ്, ഷെയർ, വ്യൂ കൗണ്ട്, സ്റ്റോറി വ്യൂവേഴ്സ് ലിസ്റ്റ്. നിങ്ങൾ പോസ്റ്റ് ചെയ്തോ? എത്ര പേര് ലൈക്ക് ചെയ്തു? ആ ലൈക്ക് കുറഞ്ഞാല് എനിക്ക് വാല്യൂ ഇല്ല എന്ന് ബ്രെയിന് പറയും. ഷെയർ കുറഞ്ഞാല് ആരും എന്നെ വില മതിക്കുന്നില്ല എന്ന് പറയും ബ്രെയിന്. പിന്നെ സ്ക്രോളിംഗ് ഉത്കണ്ഠ, സ്ക്രോളിംഗ് ആൻസൈറ്റി. നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നു, ഒരു ഫോട്ടോ, മറ്റൊരു ഫോട്ടോ, കൂടുതൽ കൂടുതൽ ബ്രെയിനിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. 1000 പേരുടെ പെർഫെക്റ്റ് എന്ന് നിങ്ങൾ കരുതുന്ന ജീവിതങ്ങൾ. പക്ഷേ അത് ഫിൽറ്റർ ചെയ്ത കണ്ടന്റ് ആണ്. അത് മാത്രമാണ്, റിയൽ അല്ല. ബ്രെയിൻ അത് അറിയില്ല. ബ്രെയിൻ കമ്പയർ ചെയ്യും. എന്തുകൊണ്ട്? ഞാൻ അങ്ങനെ അല്ല. ബ്രെയിൻ ജഡ്ജ് ചെയ്യും, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. ബ്രെയിൻ ഫീൽ ബാഡ് ചെയ്യും. പിന്നെ ആൻസൈറ്റി, അങ്ങനെ പിന്നെ ഓവർ തിങ്കിങ്. സോഷ്യൽ മീഡിയ ഒരു ടൂളാണ്. ടൂളിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ടൂള് നമ്മളെ കൺട്രോൾ ചെയ്യരുത്. ഓവർ തിങ്കിങ് നിങ്ങളെ കൺട്രോൾ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ അതിനുള്ള ആയുധമാക്കും. അതിനുള്ള ആയുധമാണ് സോഷ്യൽ മീഡിയ. സ്നേഹത്തിന്റെ കൊലയാളിന്ന്, റിലേഷൻഷിപ്പ് ആൻഡ് ഓവർ തിങ്കിങ്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഇടം റിലേഷൻഷിപ്സാ. രാവിലെ ഒരു മെസ്സേജ് അയച്ചു, ഉത്തരം വന്നില്ല. എന്ത് പറ്റി? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവർക്ക് എന്നോട് ദേഷ്യമാണോ? ബ്രെയിൻ ഇങ്ങനെ സംശയം തുടങ്ങും. 1 മിനിറ്റ്, 5 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ മെസ്സേജ് വരാത്തത് ബ്രെയിനില് ഡിസാസ്റ്റർ ആയിട്ട് വളരും. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ മാത്രം. ഭയങ്കര ഒരു ടെൻഷൻ ആയിട്ട് വരും.
തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓവർ തിങ്കിങ് ചെയ്യുന്നവർ എപ്പോഴും പറഞ്ഞതിനപ്പുറത്തായിട്ട് വായിക്കും. അവൾ ശരിയെന്ന് പറഞ്ഞു, പക്ഷേ ശബ്ദത്തിൽ ഉത്സാഹമില്ലായിരുന്നു. അവൻ ശരിയെന്ന് പറഞ്ഞു, പക്ഷേ മുഖത്ത് മാറ്റമുണ്ടായിരുന്നു. റിയാലിറ്റിയില് ഒന്നുമില്ലാത്തിടത്ത് ബ്രെയിൻ ഒരു പ്ലോട്ട് ഉണ്ടാക്കും, ഒരു കഥ, ഒരു ദുരന്ത കഥ. പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വളരും, സംശയം വളരും, അവിശ്വാസം വളരും. ഓവർ തിങ്കിങ് റിലേഷൻഷിപ്സ് ഡിസ്ട്രോയ് ചെയ്യുന്നത് റിയാലിറ്റി കൊണ്ടല്ല, ഇമാജിനേഷൻ കൊണ്ടാണ്. വിശ്വാസ പ്രശ്നങ്ങള്, ട്രസ്റ്റ് ഇഷ്യൂസാ. അവര് നമ്മളെ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യം. പിന്നെ എനിക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നത്. ട്രസ്റ്റ് ഇഷ്യൂസ് വന്നാല് ബ്രെയിൻ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. വഞ്ചനയുടെ തെളിവ് തിരയും, ചതിയുടെ തെളിവ് തിരയും. എവിഡൻസ് കിട്ടാത്തിടത്തും ബ്രെയിൻ ഇങ്ങനെ സസ്പെക്ട് ചെയ്യും. ഇത് വളരെ പെർഫെക്റ്റ് ആയി മറച്ചു വെച്ചതാണ്, അതുകൊണ്ട് തെളിവ് കിട്ടുന്നില്ല ബ്രെയിനിന് തെളിവ്. അവർ നല്ല നടനാണ്, അതുകൊണ്ട് ഞാൻ പറ്റിക്കപ്പെട്ടു. ബ്രെയിന് മതിയാകില്ല, കൂടുതൽ വേണം, കൂടുതൽ സ്കാൻ ചെയ്യും, കൂടുതൽ സംശയം, കൂടുതൽ തെളിവ്, തിരച്ചില്. പിന്നെ ഓവർ തിങ്കിങ്, ഉറക്കമില്ലാത്ത രാത്രികള്, സമാധാനമില്ലാത്ത ദിവസങ്ങള്, സാങ്കല്പിക സാഹചര്യങ്ങളാ, ഇമാജിനറി. യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? സംഭവിച്ചിട്ടില്ല ശരിക്കും, പക്ഷെ അതിന് വഴക്കുണ്ടാക്കുക. അവൻ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും, അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞേക്കും. ബ്രെയിൻ ഡ്രാമ തയ്യാറാക്കും, ഫുൾ മൂവി ഇൻ ഹെഡ്. പക്ഷേ എക്സ്റ്റേണൽ റിയാലിറ്റിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ഓൾറെഡി വാദം കഴിഞ്ഞു, ഓൾറെഡി വേദനിച്ചു. ഓവർ തിങ്കിങ് കഥ മെലയ. പിന്നെ അറ്റാച്ച്മെന്റ് ഉൾക്കണ്ട, അറ്റാച്ച്മെന്റ് ആൻസൈറ്റി. അവരെന്നെ വിട്ടുപോയാലോ? വിട്ടുപോയിട്ടൊന്നുമില്ല, പക്ഷെ വിട്ടുപോയാലോ? അവർക്ക് എന്നെ ആവശ്യമില്ലാതെ വന്നാലോ? ബ്രെയിൻ ലോസിങ്ങിന്റെ ഒരു ഇമേജ് വരയ്ക്കും, ചിത്രം വ്യക്തമാക്കും, നിറങ്ങൾ നിറയ്ക്കും, കാഴ്ചകൾ കൂട്ടിച്ചേർക്കും. പക്ഷെ ആ ഇമേജ് റിയാലിറ്റി അല്ല, സത്യമല്ല, സംഭവിച്ചതല്ല. ഓവർ തിങ്കിങ് ആ ഇമേജിനെ റിയാലിറ്റി ആക്കും. ഓവർ തിങ്കിങ് ഇത് സംഭവിക്കും, ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ആളെ നഷ്ടപ്പെട്ടതുപോലെ പെരുമാറാൻ തുടങ്ങും. നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മൾ എടുത്തുണ്ടാവും, പക്ഷെ നമ്മൾ എങ്ങനെയാ? നമ്മൾ അങ്ങനെ പെരുമാറി തുടങ്ങും. പറ്റിപ്പിടിച്ച് നിൽക്കും, വിട്ടുപോകരുതേ. നീതി എപ്പോഴും സ്നേഹം ചോദിച്ചു കൊണ്ടിരിക്കും. എനിക്ക് വേണം, കൺട്രോൾ, എല്ലാം അറിയണം, എല്ലാം നിയന്ത്രിക്കണം. എവിടെ, എപ്പോഴാ, ആരോടാ? അങ്ങനെ റിലേഷൻഷിപ്പ് നശിച്ചു തുടങ്ങും. ഓവർ തിങ്കിങ് റിലേഷൻഷിപ്സ് ഡിസ്ട്രോയ് ചെയ്യുന്നത് റിയാലിറ്റി കൊണ്ടല്ല, ഇമാജിനേഷൻ കൊണ്ടാണ്. ഇമാജിനേഷൻ ബ്യൂട്ടിഫുൾ ആകണം, പക്ഷേ ഓവർ തിങ്കിങ് എന്നത് ടോക്സിക് ഇമാജിനേഷൻ ആണ്. നിങ്ങൾ സൃഷ്ടിക്കുന്ന പ്രോബ്ലത്തിനെതിരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു, അത് വിജയമില്ല. റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ ആണ് മരുന്ന്. റിലേഷൻഷിപ്പില് കമ്മ്യൂണിക്കേഷൻ ആണ് മരുന്ന്. ഓവർ തിങ്കിങ് ആണ് പോയിസൺ. വിഷം. നിങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിൽ കടന്നു കയറുന്നുണ്ടോ? എന്തെങ്കിലും ബ്രെയിൻ ഉറക്കി പറയുന്നുണ്ടോ? ആസ്ക്, ചോദിക്കുക, സ്പീക്ക്, പറയാ, ക്ലാരിഫൈ, വ്യക്തമാക്കുക. ബ്രെയിന്റെ കഥ കേൾക്കരുത്. ബ്രെയിൻ എത്ര നന്നായി പറഞ്ഞാലും അതൊരു കഥ മാത്രമാണ്. അവൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവൻ എന്നെ വിട്ടുപോകും, അല്ലെങ്കിൽ അവർ എന്നെ വേണ്ടെന്ന് വെക്കും. ലിസൺ ടു ദ റിയൽ പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആ യഥാർത്ഥ മനുഷ്യനെ കേൾക്കുക, അവളുടെ വാക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കുക, കണ്ണുകളിൽ നോക്കുക, മുഖം കാണുക. ബ്രെയിന്റെ സ്റ്റോറിയും മുന്നിലുള്ള മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ മുന്നിൽ ഉള്ളവരെ വിശ്വസിക്കുക. കാരണം ബ്രെയിൻ നിങ്ങളെ സംരക്ഷിക്കാൻ കഥ പറയും, പക്ഷേ ആ കഥ നിങ്ങളുടെ ബന്ധത്തെ കൊല്ലും. കമ്മ്യൂണിക്കേഷൻ ജീവിപ്പിക്കും. കോൺഫിഡൻസ്
നമ്മുടെ ആത്മാഭിമാനത്തിന്റെ അടിത്തറാണ് ഓവർ തിങ്കിങ്. അത് എങ്ങനെ നശിപ്പിക്കുന്നു എന്നൊരു നോക്കാം. മടി. നിങ്ങൾക്ക് ഒരു നല്ല ഒരു ആശയമുണ്ട്, ഉത്സാഹത്തോടെ പറയണം, അത് വായ തുറക്കണം, പങ്കുവെക്കണം. പക്ഷേ ബ്രെയിന് പറയും എങ്കിലും ഒരു ഗസ്, അവർ എന്ത് കരുതും. ബ്രെയിന് നമ്മളോട് പറയാ എന്നെ സീരിയസ് ആയിട്ട് എടുക്കുവോ, ഞാൻ പറ്റിക്കപ്പെടുമോ. അത് മടിയാ, ഒരു നിമിഷത്തെ മടിയാ, അത്രമാത്രം. പക്ഷെ ആ ഒരു നിമിഷം മതി, നിശബ്ദത വരും, വായടയ്ക്കും, കൂടെ നിൽക്കും, ആശയം അവിടെ കിടക്കും, പുറത്തു വരാതെ. പിന്നെ ഐഡിയ പോയി. നമുക്ക് അങ്ങനെയല്ലേ, ഇടയ്ക്കൊരു ഐഡിയ ഒക്കെ വരുമ്പോൾ അത് അപ്പൊ തന്നെ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ബ്രെയിൻ അത് നമുക്ക് ഓർമ്മയിൽ വരും, തരില്ല. ഐഡിയ പോയി, മറ്റൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ പോയി. ഓവർ തിങ്കിങ് ആക്ഷൻ നശിപ്പിക്കും. ആക്ഷൻ ഇല്ലെങ്കിൽ കോൺഫിഡൻസ് മരിക്കും. മടി കോൺഫിഡൻസിന്റെ കൊലയാളിയാണ്. മടി കോൺഫിഡൻസിന്റെ കൊലയാളിയാണ്. നീട്ടിവെക്കല്. ഇന്ന് ചെയ്യാം, വേണ്ട, ഒന്നുകൂടി ആലോചിക്കട്ടെ എന്ന്, ഇനിയും പ്രിപ്പയർ ചെയ്യട്ടെ എന്ന്. ബ്രെയിന് ടൈം വേസ്റ്റ് ചെയ്യും. കാരണം പെർഫെക്റ്റ് മൊമെന്റ് വേണം. പെർഫെക്റ്റ് മൊമെന്റ് വരില്ല. ഓവർ തിങ്കിങ് ചെയ്യും തോറും കോൺഫിഡൻസ് കുറയും. ആക്ഷൻ എടുക്കാത്തത് കോൺഫിഡൻസിനെ ദുർബലപ്പെടുത്തും. സ്വയം സംശയ, സെൽഫ് ഡൗട്ട്. എനിക്ക് കഴിയുമോ എന്ന ചോദ്യം. ഉത്തരം കഴിയും. പക്ഷെ ബ്രെയിൻ പറയും കളിയാകുമോ, ഞാനൊരു പ്രാവശ്യം ഫെയിൽ ആയിട്ടില്ലേ, അത് വീണ്ടും വരുമോ. സെൽഫ് ഡൗട്ട്, സ്വയം സംശയ. കോൺഫിഡൻസ് പീപ്പിൾ, ഡൗട്ട്സ് ഡു നോട്ട് സ്റ്റോപ്പ് ദം. കോൺഫിഡൻസ് പീപ്പിൾ, അതായത് ഡൗട്ട്സ് ഡു നോട്ട് സ്റ്റോപ്പ് ദം. അവർക്കും സംശയമുണ്ട്, അവർക്കും പേടിയുണ്ട്, പക്ഷേ അവർ നിർത്തുന്നില്ല. ഓവർ തിങ്കേഴ്സ്, ഡൗട്ട് സ്റ്റോപ്സ് ദം. ഒരു ചെറിയ സംശയം മതി നിർത്താന്, അല്ലെങ്കിൽ പിന്മാറാൻ, ചെയ്യാതിരിക്കാന്. അതാണ് വ്യത്യാസം. ഓവർ തിങ്കിങ് ആക്ഷൻ നശിപ്പിക്കും. ആക്ഷൻ ഇല്ലെങ്കിൽ കോൺഫിഡൻസ് മരിക്കും. കോൺഫിഡൻസ് വരുന്നത് ഡൂയിങ് തിങ്സിൽ നിന്നാണ്, ചെയ്യുന്നതിൽ നിന്നാണ്, പ്രവർത്തിക്കുന്നതിൽ നിന്നാണ്, മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടിൽ നിന്നുമാണ്. പക്ഷെ ഓവർ തിങ്കിങ് ഡൂയിങ് തിങ്സ് നിർത്തുക, തുടങ്ങുന്നതിന് മുമ്പേ നിർത്തുക. അതൊരു ലൂപ്പായി മാറുകയാണ്, ഒരു ചക്രം കുടുങ്ങിക്കിടക്കുന്ന ഒരു കെണിയാ. Less action, less confidence, more overthinking, even less action. കുറവ് ആക്ഷൻ, കുറവ് കോൺഫിഡൻസ്, കൂടുതൽ ഓവർ തിങ്കിങ്, കൂടുതൽ ഇനിയും കുറവ് ആക്ഷൻ. ഈ ലൂപ്പിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആക്ഷൻ എടുക്കണം. ചെറുത്, വളരെ ചെറുത് എന്തെങ്കിലും കാരണം ആക്ഷൻ എടുക്കുന്ന ആദ്യ ചുവട് ലൂപ്പ് തകർക്കും. നിങ്ങൾ ഓരോരുത്തരും പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. ബ്രെയിനിന്റെ സ്റ്റോറീസ് കേട്ട് പൊട്ടൻഷ്യൽ അടക്കി വെക്കരുത്. ഇനി മതി തിയറി സൊല്യൂഷൻസിലേക്ക് വരാം. സിമ്പിള് ഡെയിലി പ്രാക്ടീസ്. ഇനി മതി തിയറി, സൊല്യൂഷൻസിലേക്ക് ആണ് വരേണ്ടത്. സിമ്പിൾ ആയിട്ട് ഡെയിലി പ്രാക്ടീസ്. കോംപ്ലിക്കേറ്റഡ് സൈക്കോളജി ഇല്ല. തോട്ട് അവയർനെസ്. ഒന്ന്, ചിന്ത വരുമ്പോൾ ഞാൻ ഈ ചിന്തയെ നിരീക്ഷിക്കുന്നു എന്ന് ലാബൽ ചെയ്യാം. ഞാനാണ് ചിന്ത എന്നല്ല, ചിന്ത വന്നു എന്ന വ്യത്യാസമുണ്ട്. ഞാനാണ് ചിന്ത, എന്നാൽ ഞാനും ചിന്തയും ഒന്നാണ്. ഞാൻ തന്നെയാ ചിന്ത, ഞാൻ തന്നെ ആ ചിന്തയാണ്. ഞാനാണ് ചിന്ത, എന്നാല് ഞാനും ചിന്തയും ഒന്നാണ്. ഞാൻ തന്നെ ആ ചിന്തയാണ്. ആ ഒരു അവയർനെസ്. ചിന്ത വന്നു, എന്നാൽ ഞാൻ വേറെ, ചിന്ത വേറെ. അത് എന്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു കാറ്റ് മാത്രം. അവെയർ ആവുക, തിരിച്ചറിയുക. ഫൈറ്റ് ചെയ്യണ്ട, ചിന്തയുമായിട്ട് യുദ്ധം വേണ്ട, അതിനെ അകറ്റാൻ ശ്രമിക്കേണ്ട. ഒബ്സർവ് ചെയ്യുക, നോക്കിയിരിക്കുക, ഒരു കാഴ്ചക്കാരനെ പോലെ. ഓ, ചിന്ത വന്നു, ശരി, അത് പോകട്ടെ, അത്രമാത്രം. അതാണ് അവെയർനെസിന്റെ തുടക്കം. പിന്നെ ജേർണലിംഗ്. രണ്ടാമത്തത് ജേർണലിംഗ്. തലയിൽ നിറഞ്ഞതെല്ലാം എന്ത് ചെയ്യാ, പേപ്പറിൽ എഴുതുക. ഫിൽറ്റർ ചെയ്യേണ്ട, ഏത് എഴുതണം ഏത് വേണ്ട എന്നൊന്നും നോക്കേണ്ട. ഗ്രാമർ വേണ്ട, വാക്യഘടന വേണ്ട, ശരിയും തെറ്റും ഒന്നും നോക്കണ്ട, അതൊന്നും വേണ്ട. സിമ്പിൾ ഡംബ് എവരിത്തിങ്. എല്ലാം വാരി വാരി വലിച്ചിട്ട് ഇങ്ങനെ എഴുതുക. വലിച്ചെഴുതുക, എന്തെങ്കിലും വാരി വലിച്ചിട്ട് എഴുതുക.
റൈറ്റിംഗ് ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരും. തലയ്ക്കുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചിന്തകള് പേപ്പറിലേക്ക് മാറ്റുമ്പോൾ ബ്രെയിനിൽ നിന്ന് മൊയ്പ്പിക്കും. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിന് അതിനെ വീണ്ടും ചുറ്റിക്കറക്കേണ്ട കാര്യമില്ല. ട്രൈറ്റ്. ഒരു വട്ടം പേപ്പർ എടുക്കുക, എന്തും എഴുതുക. എരിഞ്ഞു പൊള്ളുന്നതും ഭയങ്കരമായതും നിസാരമായതും. പിന്നെ അങ്ങനെ ആ പേപ്പർ മടക്കി വെക്കുക, അല്ലെങ്കിൽ അത് കീറിക്കളയുക, അല്ലെങ്കിൽ കത്തിച്ച് കളയുക. എഴുതുക, ഒഴിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. പിന്നെ മൂന്നാമത്തത് ഡീപ് ബ്രീത്തിങ്. ഡീപ് ബ്രീത്തിങ് 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, ഹോൾഡ് ചെയ്ത് വെക്കുക. 6 സെക്കൻഡ് ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടുക. ഇത്രമാത്രം. നെർവസ് സിസ്റ്റം കാമാവും, ശാന്തമാവും, ഓട്ടം നിർത്തും, പരിഭ്രമം അടങ്ങും, ആക്ടിവേറ്റ് ആകും. ശരീരത്തിലെ ഏറ്റവും വലിയ ശാന്തതയുടെ നാഡി അത് ഉണരും, പ്രവർത്തിക്കും. ബോഡി റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡിലേക്ക് പോകും. വിശ്രമിക്കുക, ദഹിപ്പിക്കുക, സുഖപ്പെടുക എന്ന മോഡ്. വിശ്രമിക്കുക, ദഹിപ്പിക്കുക, സുഖപ്പെടുക എന്ന മോഡിലേക്ക്. യുദ്ധമില്ല, ഓട്ടമില്ല, പേടിയില്ല. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്യും. ആ അലാറം നിർത്തും, ആ ഹൃദയമിടിപ്പ് ശാന്തമാകും, ആ പേടി ഒന്ന് മാറി നിൽക്കും. 4 സെക്കൻഡ്സ് ഇൻഹേൽ, 6 സെക്കൻഡ്സ് എക്സ്ഹേൽ. ഇത്രമാത്രം. എവിടെയും എപ്പോഴും ബ്രെയിനോട് പറയുന്നത് പോലെ ശാന്തമാകൂ, ഞാൻ സുരക്ഷിതയാണ്, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതനാണ്. നാലാമത്തത് ഫിസിക്കൽ മൂവ്മെന്റ്. തളർന്നിട്ടും നോ എനർജി എന്ന് തോന്നിയിട്ടും എഴുന്നേൽക്കുക, നടക്കുക, ശരീരം ഇങ്ങനെ വലിക്കുക, ഡാൻസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചലനം, ഒരു പാട്ടിന് ചലനം, ഡാൻസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിശബ്ദമായിട്ട് പോലും ബോഡി മൂവ്മെന്റ് റിലീസസ് ടെക് എനർജി. ശരീര ചലനം കെട്ടിക്കിടക്കുന്ന ഊർജത്തെ പുറത്തുവിടും. ഓവർ തിങ്കിങ്ങിന്റെ എനർജി ബോഡിയിൽ സ്റ്റോർഡ് ആണ്. ഓരോ അനാവശ്യ ചിന്തയും ഓരോ ആവർത്തനവും ശരീരത്തിൽ എവിടെയെങ്കിലും കയറിയിരിക്കുന്നു. കഴുത്തില്, തോളില്, നെഞ്ചില്, വയറ്റില് ചലനം അതിനെ പുറത്താക്കും. എഴുന്നേൽക്കുക, ഒന്ന് നീങ്ങുക, ശരീരത്തോട് പറയാം നമുക്കൊന്ന് ഇളകിക്കളയാം. ഓട്ടമൊന്നും വേണ്ട, ജിമ്മൊന്നും വേണ്ട, ഒന്ന് നടക്കുക, ഒന്ന് കൈകാലുകളെയൊക്കെ ഒന്ന് ഇളക്കി വിടർത്തി ഒന്ന് ഉള്ളിലിരിക്കുന്നതിനെ ഒന്ന് പുറന്തള്ളുക. ഓവർ തിങ്കിങ് സ്റ്റോറഡ് എനർജിയാണ്. മൂവ്മെന്റ് സ്റ്റോറഡ് എനർജിയെ ചേഞ്ച് ചെയ്യും. 5 റെഡ്യൂസ് നെഗറ്റീവ് കോണ്ടന്റ്. അൺഫോളോ ടോക്സിസിറ്റി, വിഷമുള്ളതിനെ പിന്തുടരുന്നത് നിർത്തുക. കമ്പാരിസൺ അക്കൗണ്ട്സ്, താരതമ്യത്തിന്റെ കണക്കുകൾ. അവൾ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയല്ല എന്ന് തോന്നിപ്പിക്കുന്ന എല്ലാ പേജുകളെയും അൺഫോളോ ചെയ്യാം. ന്യൂസ് ദാറ്റ് സ്കെയർസ് യു, നിങ്ങളെ പേടിപ്പിക്കുന്ന വാർത്തകൾ കാണണ്ട, വായിക്കേണ്ട, ബ്രെയിൻ അത് ആവശ്യമില്ല. ട്രിഗറിങ് റീൽസ്, ഉള്ളിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന റീലുകൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടാല് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് അമർത്തുക. യു ആർ ഇൻ കൺട്രോൾ ഓഫ് യുവർ ഫീഡ്, നിങ്ങളുടെ ഫീഡിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. ഏത് കാണണം, ഏത് കാണണ്ട എന്നത് നിങ്ങളുടെ കയ്യിലാണ്. ഫീഡ് കൺട്രോൾ ഓവർ തിങ്കിങ്ങിനെ, നിങ്ങൾ ഫീഡിനെ കൺട്രോൾ ചെയ്യുക, അത് ഓവർ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യും. സോഷ്യൽ മീഡിയ ഒരു ഉപകരണമാണ്. ഉപകരണത്തെ നിങ്ങൾ ഉപയോഗിക്കണം, ഉപകരണം നിങ്ങളെ ഉപയോഗിക്കരുത്. അൺഫോളോ ചെയ്യാൻ മടിക്കേണ്ട, ബ്ലോക്ക് ചെയ്യാൻ മടിക്കേണ്ട, മ്യൂട്ട് ചെയ്യാനും മടിക്കേണ്ട. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം ഒരു ഫോളോനേക്കാൾ വിലപ്പെട്ടതാണ്. സ്ലീപ്പ് ഡിസിപ്ലിൻ, ഉറക്കവും അമിത ചിന്തയും തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ബ്രെയിന് ഉറക്കമില്ലാത്തപ്പോൾ ലൂപ്പിങ്ങിന് കൂടുതൽ സാധ്യതയുണ്ട്. ഒരേ ചിന്തയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കറങ്ങി ചുറ്റാൻ ബ്രെയിന് എളുപ്പമാണ്. ഉറക്കം ഒരു റീസെറ്റ് പോലെയാണ്. ഉറക്കമില്ലെങ്കിൽ ബ്രെയിന് ആ റീസെറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ലൂപ്പ്, സെയിം ബെഡ് ടൈം, സെയിം വേക്ക് ടൈം.
എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുക, ഒരേ സമയത്ത് എഴുന്നേൽക്കുക. വെറുതെ അല്ല. ബ്രെയിൻ ഒരു ക്ലോക്ക് ഉണ്ട്, സർക്കേഡിയൻ റിഥം. അത് പ്രവചിക്കാവുന്നത് ഇഷ്ടപ്പെടുന്നു. അത് എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ബ്രെയിൻ ശാന്തനാകും. വെറുതെ അല്ല. ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുമാരും ഇത് ആവർത്തിച്ച് പറയുന്നത് വെറുതെ അല്ല. ഉറക്കം ഒരു ആഡംബരമല്ല, അത് ഓവർ തിങ്കിങ്ങിനുള്ള ഒരു മരുന്നാണ്. ബെഡ് ടൈം, വേക്ക് ടൈം ഫിക്സ് ചെയ്യാം. കുറച്ച് ദിവസം കൊണ്ട് ബ്രെയിന് മാറ്റം തോന്നും. സ്റ്റോപ്പ് മെന്റൽ പ്രഡിക്ഷൻ. എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പ്രവചിക്കുകയാണ്, എനിക്ക് പ്രവചിക്കാൻ കഴിയുമെന്ന ഒരു തെളിവില്ല. റിപ്പീറ്റ് ദാറ്റ്. ഈ വാചകം മന്ത്രം പോലെ ആവർത്തിക്കാം. ബ്രെയിന് പ്രവചിക്കുന്നു, നാളെ ഇത് പറ്റും, അവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഫെയിൽ ആകും. പക്ഷെ ബ്രെയിന് ഭാവി പ്രവചിക്കാൻ കഴിയുമെന്ന് ഒരു തെളിവുമില്ല. അത് സത്യമല്ല, ബ്രെയിന്റെ ശീലം മാത്രം. ഓരോ തവണ ബ്രെയിൻ പ്രവചിക്കുമ്പോഴും ഈ വാചകം പറയാ, പതുക്കെ ബ്രെയിൻ ആ വാചകം കേൾക്കും, പതുക്കെ പ്രവചിക്കുന്നത് ചെയ്യുന്നത് നിർത്തും. പ്രസന്റ് മൊമെന്റ് പ്രാക്ടീസാ. ഇപ്പോൾ ഇവിടെ ഞാൻ സേഫ് ആണ്. നെർവസ് സിസ്റ്റമിന് ഈ മെസ്സേജ് വേണം. ഞരമ്പുകൾക്കും തലച്ചോറിനും ഹൃദയത്തിനും ഈ സന്ദേശം കേൾക്കണം. ചലിച്ച് എവറി അവർ. ഓരോ മണിക്കൂറിലും ഇത് പറയാം. സമയം നോക്കണ്ട, ഓർക്കുമ്പോൾ പറയാം, അത് മതി. ഇപ്പോൾ ഇവിടെ ഞാൻ സേഫ് ആണ്. എന്താ? ഇപ്പോൾ ഞാൻ ഇവിടെ സേഫ് ആണ്. റൈറ്റ് നൗ, ഈ നിമിഷം, ഇൻ ദിസ് റൂം, ഈ മുറിയില്, ഓൺ ദിസ് ചെയർ, ഈ കസേരയില്, യു ആർ ഫിസിക്കലി സേഫ്. നിങ്ങൾ ശാരീരികമായി സുരക്ഷിതനാണ്. ബ്രെയിൻ പറയുന്ന കഥകൾ, നാളെയെ കുറിച്ച്, അവരെ കുറിച്ച്, അപകടത്തെ കുറിച്ച്, അതൊക്കെ ഒരു കഥ മാത്രം. എന്നാൽ ഈ നിമിഷം നിങ്ങൾ ഇവിടെയുണ്ട്, ഈ മുറിയില്, ഈ കസേരയില് ശ്വസിക്കുന്നു, ജീവിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ സേഫ് ആണ്. ഇത് പറയുക. ഒരിക്കൽ, 2 തവണ, 10 തവണ. നെർവസ് സിസ്റ്റത്തിന് ഇത് വേണം. ബ്രെയിൻ ഇത് കേൾക്കണം. ഒരുപാട് തവണ പറയാം, നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ സേഫ് ആണ്, ഈ നിമിഷം ഇവിടെ. അത് സത്യമാണ്. ഇതൊന്നും മാജിക് അല്ല, ഇത് പ്രാക്ടീസ് ആണ്, ഇത് ശീലമാക്കലാണ്, ആവർത്തനമാണ്, ദിവസേനയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഓവർ തിങ്ക് വർഷങ്ങൾ എടുത്ത് വളർത്തിയതാ. ഒരു ദിവസം, ഒരാഴ്ചയും കൊണ്ട് അത് പോകുകയല്ല. അത് പ്രതീക്ഷിക്കുന്നത് നമ്മളോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്. പക്ഷേ പതുക്കെ, ചുവടായിട്ട്, ഒന്ന് കഴിഞ്ഞ് ഒന്നായി നിങ്ങൾ ഓവർ തിങ്കിങ്ങിനെ കണ്ടുപിടിക്കുന്ന ഓരോ തവണയും, ഓ, ഞാൻ വീണ്ടും അത് ചെയ്യുന്നു, ഞാൻ വീണ്ടും ലൂപ്പിൽ കയറുന്നു. ആ ഒരു നിമിഷം നിങ്ങൾ ബ്രെയിനെ പുതുക്കി ബന്ധിപ്പിക്കുകയാണ്. പഴയ വഴി പുതിയ വഴിയാക്കുക, പഴയ ചിന്ത പുതിയ പ്രതികരണം. ആദ്യം ഒരു ദിവസം 1 തവണ കണ്ടുപിടിക്കും, പിന്നെ 2 തവണ, പിന്നെ 10 തവണ. കണ്ടുപിടിക്കുന്ന ഓരോ തവണയും ബ്രെയിനിൽ ഒരു പുതിയ വഴി ഉണ്ടാകുന്നു. വർഷങ്ങൾ എടുത്ത് വളർത്തിയ ആ ശീലത്തെ പതുക്കെ പക്ഷെ ഉറപ്പായും മാറ്റിയെടുക്കാൻ കഴിയും. മാജിക് അല്ല, പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ എല്ലാ ചിന്തകളും സത്യമല്ല. നിങ്ങൾ ചില ചിന്തകൾ വെറും ഭയത്തിന്റെ അല്ലെങ്കിൽ ശബ്ദം മാത്രമാണ്. ബ്രെയിൻ ഒരു പേടിച്ചിരിക്കുന്ന ഒരു കുട്ടി പോലെയാ. പേടിച്ചിരിക്കുന്ന ഒരു കുട്ടി, ഇരുട്ടിനെ പേടിക്കുന്ന കുട്ടി, എന്തോ സംഭവിക്കുമോ എന്ന ഭയക്കുന്ന കുട്ടി. നിങ്ങൾ ആ ബ്രെയിനെ ശാന്തമാക്കണം. ആ കുട്ടിയോട് പറയണം, ഞാൻ ഇവിടെ ഉണ്ട്, നമ്മൾ സേഫ് ആണ്, നിനക്ക് വിശ്രമിക്കാം. ഞാനിവിടെ ഉണ്ട്, നമ്മൾ സേഫ് ആണ്, നിനക്ക് വിശ്രമിക്കാമെന്ന് ബ്രെയിനോട് പറയണം. എല്ലാ ചിന്തകളും വിശ്വസിക്കുന്നത് നിർത്തുമ്പോൾ ഓവർ തിങ്കിങ് നിർത്തും. ഉള്ളിൽ സുരക്ഷിതത്വം തോന്നുമ്പോൾ ഓവർ തിങ്കിങ് നിർത്തും. ഈ നിമിഷത്തില് ജീവിക്കാൻ പഠിക്കുമ്പോൾ ഓവർ തിങ്കിങ് നിർത്തും. പൂർണ്ണതയേക്കാൾ പ്രവൃത്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഓവർ തിങ്കിങ് നിർത്തും. ഓവർ തിങ്കിങ് നിർത്തുന്ന നിമിഷം മുതൽ ജീവിതം വീണ്ടും തുടങ്ങും. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ഇവിടെ, ഇന്ന് തുടങ്ങാം. താങ്ക് യു. ഹായ്. എന്താ അതൊരു നല്ലൊരു മഴ പെയ്തു വന്ന് അങ്ങനെ കേട്ടങ്ങനെ ഇരുന്നു പോയി. ഒരു ഫ്ലോയിൽ അങ്ങനായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഒരുപാട് ചിന്തിപ്പിച്ചു നമ്മളെ ബ്രെയിനിനെ പറ്റി. എന്തായാലും മാഷാ അല്ലാഹ്, വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്. ഒരുപാട് അറിവുകൾ തന്നു മാം. 1.5 മണിക്കൂറിലധികം മാം സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. എന്തായാലും എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഉപകാരപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഒരുപാട് അറിയാനുണ്ടെങ്കിൽ മാമിനെ നമുക്ക് സമീപിക്കാനുള്ള ഒരു അവസരം ഇതിലുണ്ട്.
ആരൊക്കെ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, എന്റെ ഇതൊക്കെ റെഡിയാക്കി ഐക്കാർഡ് കിട്ടിയ മാം. കിട്ടി. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കേട്ടിരുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ജസീറ മാമിനും താങ്ക് യു. നമ്മളെ ഈ ഒരു ഇങ്ങനെ ഒരു കൂട്ടായ്മ എല്ലാവർക്കും നമ്മൾ തിരിച്ചറിവായി കിട്ടിയതിന് പ്രപഞ്ച സൃഷ്ടാവിന് കോടാനകോടി നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ടു ഓൾ. താങ്ക് യു മൈ സെൽഫ്. അൽഹംദുലില്ലാ. താങ്ക് യു Thank വെരി you. മച്ച്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. ഇങ്ങനെയുള്ളവർ ട്രൈ ചെയ്യും. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. Thank you. Alhamdulillah.